വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ട് പതയുന്ന വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയുടെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ വേണം. ഇപ്പോൾ ഈ ഒരു മിക്സ് അതേ ജാറിലേക്ക് തന്നെ ഞാൻ ഈ ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് സവാള ചെറുതാക്കി അരിഞ്ഞതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ചെറിയ ഉള്ളി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പച്ചമുളകായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. നമ്മൾ ചമ്മന്തിക്കൊക്കെ ഒന്ന് ചതച്ചെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇതും കൂടെ നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ഒതുക്കിയെടുത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടാൻ വെക്കാം കേട്ടോ. ഈ ഒരു സ്നാക്സിലേക്ക് നമുക്ക് മുട്ടയുടെ കൂടെ മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഞാനിവിടെ 1 കപ്പ് റവയായിട്ട് എടുത്തിട്ടുള്ളത്. നോർമൽ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വറുക്കാത്ത റവയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു മുട്ട തേങ്ങ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും തേങ്ങൻ്റെ മിക്സും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലല്ല കേട്ടോ നമുക്ക് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. 1/4 കപ്പ് വെള്ളമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മളിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഓരോ സ്പൂണായിട്ട് മാവ് ഈ എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ഈ ഒരു സ്നാക്സിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഇത് റവ ആയതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും എണ്ണയിൽ. അപ്പോൾ നമ്മളൊരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സ്നാക്സിൽ അങ്ങനെ എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു സ്നാക്സ് ഇതാ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. ചെറിയൊരു എരിവോട് കൂടി നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.